നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ, തൃശ്ശൂരാണ്. ഗോൾഡൻ മാർക്കറ്റിലാണ്. അതായത് ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ശക്തനിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഫുട്പാത്ത് കച്ചവടം ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും വളരെ വലിയ രീതിയിൽ. അപ്പോൾ അവരെയൊക്കെ ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സ്ഥലം കൊടുത്താണ്. ഏകദേശം 240ഓളം സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രദേശത്തെല്ലാം ഇത് കുറച്ച് വർഷങ്ങളായി എങ്കിലും ഇപ്പോഴും ഫില്ല് ചെയ്ത് എന്താ പറയുക ഫുള്ളായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഓൾമോസ്റ്റൊക്കെ ഫില്ലായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ പ്രദേശത്ത്, ശ്രദ്ധിക്കപ്പെടാത്തവരായിരിക്കും. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം KSRTC, റെയിൽവേ, ശക്തൻ എല്ലാത്തിൻ്റെ ഒരു തൊട്ടപ്പുറത്ത് തന്നെയാണ് ആകാശപാത. നമുക്ക് ദൃശ്യത്തിൽ കാണാം ആ അറ്റത്ത്. അപ്പോൾ ആകാശപാത കാണാൻ വരുന്നവർക്ക് കൂടി ഇതിലെ നമുക്ക് വലിയ വലിയ ടൗണുകളിലൊക്കെ ഉള്ള കുറേ ഷോപ്പുകളെ പോലെ, ഇപ്പോൾ കോഴിക്കോടൊക്കെ മിഠായി തെരുവ് എന്ന് പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ കുഞ്ഞുടുപ്പൊക്കെ നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതുപോലെ ചെറിയ ചെറിയ വീട്ടുപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. മാറ്റ്, അങ്ങനെ എല്ലാം ഒന്ന് കറങ്ങി പോകാനും പറ്റിയൊരു നല്ലൊരു പ്രദേശമാണ്. നമുക്ക് ആദ്യത്തെ ഷോപ്പിൽ നിന്ന് തന്നെ കയറുമ്പോൾ കാണാം. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് മാറി? നിങ്ങൾ ഫുട്പാത്തിലുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് മാറി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം കുറച്ചൊക്കെ കുറവായിരുന്നു ആളുകൾ? ആദ്യം കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ 3 വർഷത്തോളമായി. ഞങ്ങൾ 1 വർഷമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം കസ്റ്റമറൊക്കെ ആയി. ഞായറാഴ്ചയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ഒരുവിധം ഷോപ്പുകളൊക്കെ ആദ്യത്തിനും വെച്ചിട്ട് കുറച്ചും കൂടി വരുന്ന കസ്റ്റമർക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചപ്പോൾ കുറച്ചും കൂടി പുരോഗമനം ആളുകൾ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതായത് ഇതിലും ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഫുട്പാത്ത് കച്ചവടം എന്നതിലുപരി കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും പിന്നെ കസ്റ്റമറിന് പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്ത് വില കുറച്ച് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് കസ്റ്റമർ വന്നു തുടങ്ങി. ഫുട്പാത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊരു പരിധി ഉണ്ടല്ലോ, സാധനങ്ങൾ വെക്കാനും അതിനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് ഇതിൽ ഞങ്ങൾക്ക് കുറച്ചൊരു സൗകര്യമായപ്പോൾ നല്ല നല്ല സാധനങ്ങൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് പിന്നെ അവർക്ക് പറ്റിയതുപോലെ വന്ന് ഷോപ്പിംഗ് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ലോണം കസ്റ്റമർ. ഏകദേശം എത്ര സ്റ്റാൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലവിൽ? ഇവിടെ ഇപ്പോൾ 240 സ്റ്റാളാണ് ഉള്ളത്. അതിലിപ്പോൾ ഒരു 200ഓളം സ്റ്റാളുകൾ ഫില്ലിംഗ് ആണ്. ചാനൽ ഷോപ്പിൽ പ്രധാനമായിട്ട് എന്തൊക്കെയുള്ളത്? ഞങ്ങൾ ഷോപ്പിലിപ്പോൾ അത്യാവശ്യം ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാ ഡ്രസ്സുകളും, പിന്നെ പാൻറ്റുകൾ, പിന്നെ നമ്മളെ ഈ അന്യസംസ്ഥാനക്കാർക്കുള്ള കൂടുതൽ പാൻറ്റുകളും നല്ല എല്ലാവർക്കും പറ്റിയതും അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ വെക്കുന്നത്. പിന്നെ കുട്ടികളുടെ ഡെയിലി വെയറുകൾ, ലുങ്കി, തോർത്ത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇപ്പം ഞങ്ങൾ ഫില്ല് ചെയ്തു. ഫുട്പാത്തിനേക്കാളും ഒരു 50% സാധനങ്ങൾ ഇതിൽ കൂടുതലാണ് ഞങ്ങളിപ്പോൾ എക്സ്ട്രാ കയറ്റിയിട്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ റേറ്റ് വരുന്നത് ഏകദേശം? ഇതിപ്പോൾ ഞങ്ങൾ മറ്റേ 5 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 5 100 രൂപ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരു 10-300 രൂപയ്ക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നമുക്ക് മറ്റ് സ്ഥലങ്ങൾ ഇവിടെ ഇത് മാത്രമല്ല, ഡ്രസ്സിൻ്റെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേര് സജീവൻ, അടാട്ട്. ചേട്ടാ എത്ര കാലമായി ഇവിടെ? ഞാൻ 30 കൊല്ലമായി. അതല്ലേ? അതെ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യം തൊട്ടുണ്ട്. ഞങ്ങളൊക്കെ ആദ്യം തൊട്ടുള്ള കച്ചവടക്കാർ തന്നെയാണ്. ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം വില കുറവാണ്. അതിപ്പോൾ കാണിച്ചില്ല, 5 നിക്കർ 100 രൂപ, കുട്ടികൾക്ക് 4 പാൻറ്റ് 100 രൂപ, 4 ഉടുപ്പ് 100 രൂപ. ഇതൊക്കെ എവിടെയും കിട്ടില്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാതും, പിന്നെ ബാത്റൂമിന്റെ സൗകര്യം, കുട്ടികൾക്ക് ബാത്റൂം, ലേഡീസിന് 5 ബാത്റൂം, ജെന്റ്സിന് 5, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. നമ്മൾ തൃശ്ശൂർ ഡെയിലി വന്ന് പോണ ആളുകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഞങ്ങൾ ചെറിയൊരു പാർക്ക് അറ്റത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഉണ്ട്. പിന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലൈസൻസ് തരാമെന്ന് പറഞ്ഞാണ് 3 മാസത്തിനുള്ളിൽ. അത് ഇതുവരെ തന്നിട്ടില്ല. ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഘട്ടം ഘട്ടമായിട്ട് കിട്ടുന്നു വിചാരിച്ചിട്ട് ചാനൽ കാണുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ, അതായത് ലൈസൻസ് കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി തുറക്കാനുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവരും കൂടി തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ് ആവും ഇതിന്റെ ഉള്ളിൽ. പക്ഷെ ഇതാണ് വീഡിയോ കാണുന്നവർ ഇവിടെ വരുമ്പോൾ കറങ്ങി സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം ഈ ഓൺലൈൻ മാർക്കറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെറിയൊരു ഇടിവാണ്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് അങ്ങനെയാണ്. നമ്മൾ പ്രാദേശികമായ ചാനലാണ്, അതുപോലെ പ്രാദേശികമായ പരസ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ
നമ്മൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, പക്ഷെ അപ്പൊ ഒന്നും ഫില്ലായിട്ടുണ്ടായില്ല. ഓൾമോസ്റ്റ് ഒക്കെ ഒരുവിധം എല്ലാതും ഇല്ലാണ്ട് നല്ല വലിയ കുഴപ്പമില്ലാണ്ട് കച്ചവടം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചട്ടിയും കലം തൊട്ട് എല്ലാ സാധനങ്ങളും കിട്ടും. അതാണ് തലേണ, ചവിട്ടി, എല്ലാ സാധനം അങ്ങനെ എല്ലാതും കിട്ടാത്തൊന്നും ഇല്ല, എല്ലാതും ഉണ്ട്. ആ സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചട്ടിയും കലവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ശരിയാണ്, ഇവിടെ പാത്രങ്ങളുണ്ട്. ഇത് സ്റ്റീൽ പാത്രങ്ങൾ. നമസ്കാരം ചേട്ടാ. എത്ര കാലമായി ഈ മേഖലയിൽ ഇവിടെ? 3 കൊല്ലം അല്ലേ? ഇവിടെ എല്ലാവിധ സ്റ്റീൽ പാത്രങ്ങളാണ് അല്ലേ ഉള്ളത്? ഇവിടെ സ്റ്റീൽ പാത്രങ്ങൾ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ. ആഴ കെട്ടാനുള്ള സൗകര്യം, ക്ലിപ്പ്. കൊടുത്തിട്ട് കഴിഞ്ഞാൽ ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യം, നമുക്ക് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാവും കേട്ടോ. അപ്പോൾ വരുന്നവർ മാക്സിമം പൈസയൊക്കെ ആയിട്ട് വരിക, വലിയൊരു പർച്ചേസ് ചെയ്യാനുള്ളൊരു മനസ്സോടു കൂടിയും വരിക. പിന്നെ വെറുതെ നേരം പൊക്കമായിട്ട് കാണാനും വരാനുള്ളൊരു അടിപൊളി സ്പോട്ടാണ്. നമസ്കാരം ഭായി. നമസ്കാരം. ഇവിടെ ബാഗിന്റെ സെക്ഷൻ ആണല്ലേ? ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോ കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്, ആൾക്കാർ കയറുന്നുണ്ട്, അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. എങ്ങനെയാ ഈ മേഖലയിൽ എത്ര കാലമായി? ഞങ്ങളൊരു 10-20 വർഷമായി. അതല്ലേ, ഈ 20 വർഷമായി. കച്ചവടമൊക്കെ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇട ദിവസങ്ങളിലൊക്കെ ആൾക്കാർ നന്നായിട്ട് വരുന്നുണ്ട്. ആയിത്തേനയിലൊക്കെ നല്ല മെച്ചുണ്ട് അല്ലേ? ഇവിടെ പാത്രങ്ങൾ, ബെൽറ്റ്, തൊപ്പി, അങ്ങനെ തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റിലാണ്. എന്തായാലും വീഡിയോ ഈ പരിസരത്ത് കൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടാവും. ഇവിടെ ഒരു 3-4 ലെയറായിട്ട് കുറച്ച് 240 കടകൾ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ബുക്ക് സ്റ്റാള്. നമസ്കാരം. തൃശ്ശൂർ അപ്ഡേഷൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ആളുകളൊക്കെ ഞായറാഴ്ച ദിവസം വലിയ കുഴപ്പമില്ല, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വളരെ കുറവാണ്. അതല്ലേ, എല്ലാ ഞായറാഴ്ച അത്യാവശ്യം ആൾക്കാരൊക്കെ വരും, കിട്ടും. മറ്റു ദിവസങ്ങളിൽ അങ്ങനെ തട്ടിയും വിട്ടി അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആദ്യത്തേനേക്കാളിലൊക്കെ ആളുകൾ വന്നു തുടങ്ങി. ആദ്യം കുറച്ച് ആൾക്കാർ വന്നിരുന്നു, ഇപ്പൊ ശരിക്കും അത് വൈകിട്ടൊക്കെ കുറവായി തുടങ്ങി. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ബിസിനസ് മേഖലകൾ മൊത്തത്തിൽ കുറവാണ്. സ്കൂൾ മുടക്കൊക്കെ ആയ അവസ്ഥയൊക്കെ വരുന്നൊക്കെ കണക്കൂട്ടിട്ട് ഇരിക്കണേ. എന്തായാലും ഇങ്ങനെ വലിയ വരട്ടെ, നമ്മുടെ വീഡിയോ കാണുമ്പോഴും ആളുകൾ ശ്രദ്ധിച്ചു വരട്ടെ. ആയിക്കോട്ടെ, ശരി. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടാ. ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റങ്ങളാണ് അല്ലേ? ഇവിടെ എന്തൊക്കെയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ? എത്ര രൂപ മുതലുണ്ട്? ഇതിലൊരു സാധനങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിൽ. അതല്ലേ, ഐറ്റംസ് ഒക്കെ ഉണ്ട്. മുളങ്ങൾ, കൊട്ടകൾ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതുണ്ട്. ചവിട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, അതേപോലെ ബ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ. എത്ര നാളായി ഈ മേഖലയിൽ നിൽക്കുന്നത്? ഇതിപ്പോ ഇവിടെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. ഇവിടെ അവിടെയോ? 10-45 കൊല്ലം. 45 വർഷമായി. അപ്പൊ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഇങ്ങനെ കയറി ഓർഡർ ചെയ്യുമ്പോഴേ ജസ്റ്റ് ടൗണിൽ വരുന്നവരൊക്കെ ഇങ്ങനെയും കുറെ ആളുകളുണ്ട് അല്ലേ, ജീവിതത്തിനോട് വേണ്ടി മല്ലടിക്കുന്നവര്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അല്ലേ? അതെ, കച്ചവടമൊക്കെ വളരെ പിന്നിലേക്കാണ്. ഞായറാഴ്ച ചെറുതായിട്ട് ഒരു ബാക്കിയുള്ള ദിവസമൊക്കെ വളരെ മോശമാണ്. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ്റെ ഷോപ്പിംഗ് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതൊരു മേഖലേനെ കുറ്റം പറയല്ല. നിങ്ങൾ സായാഹ്ന വേളകളും അതുപോലെയൊക്കെ എൻജോയ് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തു കൂടി ഇറങ്ങുക, പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക. കാരണം ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. A to Z, തുണി, അതുപോലെ പാത്രങ്ങൾ ഇവിടെ കണ്ട അതുപോലെ എല്ലാ ഐറ്റംസിൻ്റെയും ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊന്ന് ഈ ഭാഗത്തു കൂടി ഒന്ന് പ്രവേശിക്കുക.
ഇതാണ് ആ പാർക്ക്. കുട്ടികൾക്ക് വന്ന ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഊഞ്ഞാൽ. ഇത് ബെൽറ്റ്, അതേപോലെ പേഴ്സ് എല്ലാം ഉള്ളതാണ്. നമുക്കറിയാം, എനിക്കും പരിചയമുണ്ട്. ഞാനും നിരന്തരം വാങ്ങിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ അവിടെ ഫുട്പാത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരം ഭായി, എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പം വ്യത്യാസങ്ങളുണ്ടായില്ലേ? ഇവിടെ എത്ര രൂപ റേഞ്ചിലുള്ള ബെൽറ്റുകളും കാര്യങ്ങളൊക്കെയാണ്? നമുക്ക് 50 രൂപ മുതൽ റേഞ്ചിലുണ്ട്. പിന്നെ 50 രൂപ, 100 രൂപ, 150, 200, 250, 300 അങ്ങനെ റേഞ്ചിലുണ്ട്. അപ്പോൾ ഞങ്ങളും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. ട്രൗസർ, ചവിട്ടി, അങ്ങനെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ്. അതായത് ശക്തശാലിയിൽ നിന്നും KSRTCയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് പ്രധാന റോഡിൻ്റെ വലതുവശത്തായിട്ട് തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റ്, അതായത് ഫുട്പാത്തിലുള്ളവരെ മുഴുവൻ പുനരധിവസിച്ചതിൻ്റെ ഒരു സ്പോട്ടാണ്. 240 സ്റ്റാളുകളാണ്. അതിൽ ഏകദേശം 200ഓളം സ്റ്റാളുകൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലമൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. എങ്കിലും ഇപ്പോൾ മൊത്തത്തിലുള്ളൊരു ബിസിനസ് ലെവൽ കുറവ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മാക്സിമം ഇതുപോലുള്ള ആളുകളെയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാർത്തകൾ ഓരോരോ മണിക്കൂറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് www.thrissur-updation.com www.vadakkanceri-updation.com വരുന്നതായിരിക്കും. നമ്മുടെ വാർത്തകൾ അതുപോലെ വാട്സപ്പിൽ ലഭിക്കുന്നതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ അത് കിട്ടും. ജോയിൻ ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.